തസ്തിക നഷ്ടം ഉണ്ടായതിന്റെ പേരിൽ അധ്യാപകരെ പിരിച്ചുവിട്ട നടപടിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച് KSTA സമരത്തെ തുടർന്ന് ഉത്തരവ് പിൻവലിച്ചു. തുടർന്ന് ആഹ്ലാദ പ്രകടനം. അധ്യാപകരെ പിരിച്ചുവിട്ട നടപടിക്കെതിരെ KSTA സമരവുമായി രംഗത്ത്. ജൂലൈ 14 അർദ്ധരാത്രിയിൽ ആലപ്പുഴ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ചുമതലയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് 32 അധ്യാപകരെ പിരിച്ചുവിട്ട ഉത്തരവ് ഇറക്കിയിരുന്നു. ഇതിനെതിരെ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രതിഷേധവുമായി രംഗത്തെത്തി. തുടർന്ന് അധികാരികൾ ഉത്തരവ് മരവിപ്പിച്ചു. 32 LPSTമാരെയും 3 തയ്യൽ അധ്യാപകരെയുമാണ് സർവീസിൽ നിന്നും പുറത്താക്കിയിരുന്നത്. സമയബന്ധിതമായി HM പ്രൊമോഷൻ നടത്തിയിരുന്നുവെങ്കിൽ പുറത്താക്കപ്പെടുമായിരുന്ന അധ്യാപകരെ പുനർവിന്യസിപ്പിച്ച് സംരക്ഷിക്കുവാൻ കഴിയുമായിരുന്നുവെന്ന് KSTA നേതാക്കൾ പറഞ്ഞു. സമരത്തിന് മുന്നിൽ DD ഓഫീസ് അധികൃതർ നമ്മുടെ മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ചിരിക്കുകയാണ്. അവർക്ക് പറ്റിയ തെറ്റ് തിരുത്തി ഈ നിലവിലെ ഉത്തരവുകൾ മരവിപ്പിച്ച് അടിയന്തരമായി അധ്യാപകരുടെ നടത്തുമെന്ന് ഉറപ്പു തന്നിരിക്കുകയാണ്. അധ്യാപകരെ പിരിച്ചുവിട്ട നടപടിക്കെതിരെ KSTA സമരവുമായി രംഗത്ത്. ജൂലൈ 14 അർദ്ധരാത്രിയിൽ ആലപ്പുഴ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ചുമതലയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് 32 അധ്യാപകരെ പിരിച്ചുവിട്ട ഉത്തരവ് ഇറക്കിയിരുന്നു. ഇതിനെതിരെ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രതിഷേധവുമായി രംഗത്തെത്തി. തുടർന്ന് അധികാരികൾ ഉത്തരവ് മരവിപ്പിച്ചു. 32 LPSTമാരെയും 3 തയ്യൽ അധ്യാപകരെയുമാണ് സർവീസിൽ നിന്നും പുറത്താക്കിയിരുന്നത്. സമയബന്ധിതമായി HM പ്രൊമോഷൻ നടത്തിയിരുന്നുവെങ്കിൽ പുറത്താക്കപ്പെടുമായിരുന്ന അധ്യാപകരെ പുനർവിന്യസിപ്പിച്ച് സംരക്ഷിക്കുവാൻ കഴിയുമായിരുന്നുവെന്ന് KSTA നേതാക്കൾ പറഞ്ഞു. നേതാക്കളും വിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസ് അധികാരികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഉത്തരവ് മരവിപ്പിക്കാൻ തീരുമാനമായത്. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം C ജ്യോതികുമാർ, ജില്ലാ സെക്രട്ടറി TJ അജിത്ത്, ജില്ലാ പ്രസിഡന്റ് ജോസഫ് മാത്യു, സംസ്ഥാന കമ്മിറ്റി അംഗം സിന്ധു, ജില്ലാ ഭാരവാഹികളായ S ധനപാൽ, ജിജോ ജോസഫ്, K അനിൽകുമാർ, VS അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. ഉത്തരവ് മരവിപ്പിച്ചതിനെ തുടർന്ന് അധ്യാപകർ ആഹ്ലാദ പ്രകടനവും നടത്തി. ഉത്തരവിനെതിരെ KPSTA പ്രവർത്തകരും പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു.